പ്രിയമുള്ളവരെ, മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളിലൊന്നാണ് കടപ്പാട് അഥവാ നന്ദി. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ, നമ്മൾ ഒരു നേരം അതിന് ഭക്ഷണം കൊടുത്താൽ അത് ഒരാഴ്ച നമ്മളെ ഓർത്തിരിക്കും. ഒരാഴ്ച നമ്മൾ ഭക്ഷണം കൊടുത്താൽ അതൊരു മാസം നമ്മളെ ഓർക്കും. ഒരു മാസം ഭക്ഷണം കൊടുത്താൽ ജീവിതകാലം മുഴുവനും അത് നമ്മളെ ഓർക്കും. എത്ര നാൾ കഴിഞ്ഞാലും അതിന് നമ്മോടുള്ള ആ ഒരു നന്ദി ഒരിക്കലും മായുകയില്ല, മറയുകയില്ല. ആ മൃഗങ്ങൾ, നായ മാത്രമല്ല, ഏതൊരു മൃഗവും, മൃഗങ്ങൾ പട്ടി, പൂച്ച, കാള, പശു, കാക്ക എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ തരംതിരിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, മനുഷ്യരെക്കാൾ എത്രയോ നല്ല ഒരു ക്വാളിറ്റിയുള്ള ജീവികളാണ് ഈ മറ്റു മൃഗങ്ങൾ അഥവാ പക്ഷികൾ. പക്ഷേ മനുഷ്യരായ നമ്മൾ പലപ്പോഴും നന്ദികേട് കാണിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ജന്മം നൽകിയ മാതാപിതാക്കളെ സൗന്ദര്യമില്ല, പക്വതയില്ല, ശല്യമാണെന്നുള്ളതിൻ്റെ പേരിൽ ഒഴിവാക്കുന്ന മക്കൾ. അതോടൊപ്പം തന്നെ നമുക്ക് അറിവും വെളിവും നെറിവും വിദ്യയും പകർന്നു തന്ന നമ്മുടെ ഗുരുക്കന്മാരെ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കാതെ അവരെ മറന്നു പോകുന്ന മനുഷ്യർ. അതോടൊപ്പം തന്നെ സഹായം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും പിന്നീട് അവർ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യർ. നമുക്ക് ജീവിതത്തിൽ നന്ദിയുള്ളവരാകാം. ആദ്യം നമുക്ക് ഇങ്ങനെയൊരു ജന്മം നൽകിയ ഈശ്വരനോട് നന്ദിയുള്ളവരാകാം. മാത്രമല്ല, നമുക്കൊരു ജന്മം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ പിറക്കാൻ നമ്മളെ സഹായിച്ച നമ്മുടെ മാതാപിതാക്കളോട് നന്ദിയുള്ളവരാകാം. നമ്മുടെ അറിവ് പഠിപ്പിച്ച ഗുരുക്കന്മാരോട് നന്ദിയുള്ളവരാകാം. പ്രകൃതി ശക്തികളോട്, ജീവജാലങ്ങളോട്, പ്രകൃതിയോട്, എല്ലാവരോടും നമുക്ക് നന്ദിയുള്ളവരായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. എത്രയോ സന്തോഷകരമായൊരു ജീവിതമാണ് നമ്മുടേതല്ലേ? വളരെ ചുരുങ്ങിയൊരു ജീവിതം. ആ ജീവിതം എത്രയോ സന്തോഷത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എപ്പോഴും നമ്മുടെ കടപ്പാടുകളെ മറക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ.